ഇങ്ങനത്തെ ഒരു അനുഭവം നേരിട്ട് നമ്മൾ ഉടനെ തന്നെ സ്വിച്ച് ചെയ്ത് നമ്മളോട് അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളുടെ അടുത്ത് അപ്പൊ തന്നെ സ്വിച്ച് ചെയ്ത് നമ്മൾ ഡയലോഗ് പറയാൻ ഇടുന്ന ഒരു എഫേർട്ട് ഉണ്ട്. അത് ഭയങ്കര അൺകംഫർട്ടബിളും അത് ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പൊ അവിടെ നിന്നുകൊണ്ട് കുറച്ചുകൂടെ സീനിയർ ആയിട്ടുള്ള നല്ല പരിചയമുള്ള ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് എന്നെ സഹായിച്ച ഒരാളും കൂടെയാണ് വിൻസി. വിൻസി എന്റെ ബുദ്ധിമുട്ട് നല്ലോണം അവിടെ നിന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ ആളാണ്. നിങ്ങളിപ്പം ഈ ഒരു വീഡിയോയിൽ കണ്ട ആ ഒരു നടിയുടെ പേര് അപർണ എന്നാണ്. ഈ അപർണയാണ് വിൻസിയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിച്ച് വേറൊരു സഹപ്രവർത്തകയും ഷൈൻ ടോം ചാക്കോയിൽ നിന്നിങ്ങനെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് വിൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സഹപ്രവർത്തകയാണ് ഇപ്പം സംസാരിച്ച അപർണ എന്ന് പറഞ്ഞ ആ ഒരു നായിക. ഈ ഒരു നായികയുടെ ഫസ്റ്റ് പടത്തിലാണ് ഇതേ കണക്കുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യമാണ് അപർണ ഈ ഒരു ന്യൂസിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് മാത്രമാണ് നിങ്ങളിപ്പോൾ ആദ്യമേ കണ്ടത്. ഫുള്ളായിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ടർ ചാനലൊക്കെ കാണാവുന്നതാണ്. ഈ ഒരു ക്ലിപ്പിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ത് മോശമായിട്ടുള്ള രീതിയിലാണ് ഷൈൻ ടോം ചാക്കോ ഈ ഒരു അപർണയോടും അതോടെ തന്നെ വിൻസി എടുത്തും പെരുമാറിയിട്ടുള്ള ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. അപർണ ഇതിനകത്ത് പറയുന്നുണ്ട്, ഞാൻ ഇതിൽ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഫസ്റ്റായിട്ട് അഭിനയിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ തൻ്റെ അടുത്ത് പെരുമാറിയതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ഷോക്കിലായിരുന്നു. അതിനുശേഷം അഭിനയിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു പാടായിട്ടുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് തന്നെ രക്ഷിച്ചതും തന്നെ ഹെൽപ്പ് ചെയ്തതും ഒക്കെ വിൻസി ആയിരുന്നു. വിൻസി ഒരു സീനിയർ ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ടും വിൻസി ഉണ്ടെങ്കിൽ ഈ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് നല്ല രീതിയിൽ അഭിനയിക്കാൻ പറ്റിയെന്നും പറയുന്നു. ചെറിയൊരു സീനാണ് അപർണ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നേരെ തന്നെ തിരിച്ച് പോവുകയാണ് ചെയ്തത്. അതിനുശേഷം വിൻസിക്ക് നേരെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം തനിക്ക് അറിയത്തില്ല എന്നും, പക്ഷെ താനുണ്ടായിരുന്ന സമയത്ത് ഇതേ കണക്ക് മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അപർണ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. ഷൈനിൻ്റെ പേരിലുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള കാര്യങ്ങളും കുറേയധികം വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഈ സിനിമയുടെ ഡയറക്ടറൊക്കെ പ്രൊമോഷൻ്റെ ഭാഗം സമയത്ത് ഇൻ്റർവ്യൂസൊക്കെ ചോദിച്ച സമയത്ത് പറഞ്ഞൊരു കാര്യം, അങ്ങനെ ഒരു ഇഷ്യൂവും കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല എന്നുള്ളൊരു കാര്യമായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു അപർണ ഈ പറയുന്നതോടെ തന്നെ മനസ്സിലാക്കാം ആ ഒരു ഡയറക്ടറും അവരെല്ലാം കൂടെ ഷൈനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുള്ളൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതെന്താണ്, ഈ ഒരു പുതിയതായിട്ട് അഭിനയിക്കാൻ വന്ന ഈ അപർണ എന്ന് പറഞ്ഞ ഈ നായികയ്ക്ക് നേരെ ഇതേ കണക്കും പെരുമാറിയിട്ടുണ്ട്. അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ സെറ്റ് വെച്ച് ഇതേപോലത്തുള്ള വേറെ ബാക്കിയുള്ളവരടുത്തും ഷൈൻ ചിലപ്പം പെരുമാറിയിട്ടുണ്ടായിരിക്കാം. അത് ഈ ഡയറക്ടറിനെ എല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ സിനിമയുടെ പേര് ദോഷം ആവരുത് എന്നുള്ളൊരു കാര്യം കൊണ്ടായിരിക്കാം ഡയറക്ടറോ ഒന്നും തന്നെ വെളിയിൽ ചോദിച്ച സമയത്ത് പറയാഞ്ഞത്. അല്ലാതെ ഒരിക്കലും ഷൈൻ അല്ലാതെ നല്ല രീതിയിൽ പെരുമാറിയിരുന്നെങ്കിൽ ആരും ഒരിക്കലും പറയത്തില്ല. ഷൈനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. വേറെ നായകന്മാരെ എല്ലാം അതിനകത്ത് അഭിനയിച്ച് കാണുമല്ലോ. ഈ ഡയറക്ടറൊക്കെ ഈ ഷൈനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എന്നുള്ള കാര്യം തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഒരാൾ തെറ്റ് ചെയ്താൽ അതിനെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് കറക്റ്റായിട്ടുള്ള കാര്യം. അതിന് എത്ര വലിയ പൊസിഷനിലിരിക്കുന്ന ആരായാലും ഒരിക്കലും ആ ഒരു കാര്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനൊന്നും ശ്രമിക്കരുത്. അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. ആ ഒരു ഡയറക്ടറൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ വളരെ മോശമായിട്ടുള്ളൊരു കാര്യം. നിങ്ങൾക്ക് ആ ഒരു വീഡിയോസൊക്കെ യൂട്യൂബിൽ കാണുന്നതാണ്. ഈ ഒരു ഇൻ്റർവ്യൂ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇൻ്റർവ്യൂസിനൊക്കെ പോയ സമയത്ത് ഇതിനെപ്പറ്റി ഇങ്ങനെ പ്രസ് മീറ്റിൽ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത് കണക്കൊക്കെ പെരുമാറിയോ എന്ന് ചോദിച്ചപ്പോഴത്തേനും വിൻസി പറഞ്ഞത് കള്ളമാണ്, അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പുള്ളിക്കാരൻ പറഞ്ഞ ഒരു കാര്യം, അങ്ങനെ ഉണ്ടെങ്കിൽ വിൻസിക്ക് ഞങ്ങളടുത്ത് സംസാരിക്കാവുന്നതേ ഉള്ളായിരുന്നു എന്നും പറയുന്നു. അപ്പോൾ ഈ ഒരു നായികയ്ക്കെതിരെ വന്ന ഒരു കാര്യമോ, അപ്പോൾ ഈ നായികയും കള്ളം പറയുകയാണോ? ഒരിക്കലും അല്ലല്ലോ. അപ്പോൾ ഇവർക്ക് നേരെയൊക്കെ ഇതേ കണക്ക് ഷൈൻ ടോം ചാക്കോ പ്രതികരിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യമാണ് വിൻസി പറഞ്ഞിട്ടുള്ളത്. വിൻസി അതിന് മുമ്പോട്ട് പോയി അവസാനം പക്ഷേ ഒരു കേസ് പിൻവലിക്കുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു പക്ഷേ ഇനിയിപ്പോൾ ഒരു പ്രഷറും കാര്യങ്ങളൊക്കെ കൊണ്ടാണോ എന്നറിയത്തില്ല. ഇനി സിനിമ മുമ്പോട്ട് കിട്ടണം അങ്ങനത്തെ ഉള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാവാം ചിലപ്പോൾ അതിൽ നിന്നും പിന്തിരിഞ്ഞെന്നുള്ളൊരു കാര്യം നമുക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഒരിക്കലും പിന്തിരിയേണ്ട കാര്യമില്ല അങ്ങനെ ഒരു മോശമായിട്ട് പ്രതികരിച്ചിട്ടോ എന്നുണ്ടെങ്കിൽ. ഇപ്പം ഈ ഒരു അപർണ ഇതേ കണക്ക് രംഗത്ത് വന്നേക്കുവാണ്. ഇതേ കണക്ക് എൻ്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്, ഞാനത് കണ്ട വ്യക്തിയാണ്. ആ ഒരു സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തത് ഭയങ്കരമായിട്ട് ഫ്രീസായിപ്പോയി. ആ ഒരു സമയത്ത് ഹെൽപ്പ് ചെയ്തത് വിൻസിയാണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് ഷൈൻ ഇവരുടെ അടുത്ത് രണ്ടിടത്ത് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ ഡയറക്ടർ പറയുന്നത് കള്ളമായിട്ടുള്ളൊരു കാര്യമാണ്, ഷൈനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം. ഇത് സിനിമയിലുള്ള കുറേയധികം ഇഷ്യൂസിൽ ഇത് കണക്കും ആൾക്കാർ അറിഞ്ഞിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവർക്കെതിരെ കടുത്ത ശിക്ഷ കൊടുക്കുകയും വേണം. അവർക്കെതിരെ
ചെയ്യുകയും വേണം. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുകയല്ല വേണ്ടത്. എന്തായാലും വിൻസി അതുപോലെ തന്നെ ഇപ്പോൾ അപർണ ഇതിൽ വന്ന് രംഗത്ത് വന്ന് ഈ കാര്യങ്ങൾ പറയാൻ കാണിച്ച ആ ഒരു ധൈര്യം വലിയൊരു കാര്യമാണ്. ആ പറഞ്ഞതും വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഷൈനെതിരെ കേസ് എടുക്കുക, അത് മുമ്പോട്ട് പോകുമെന്ന് തന്നെ വിചാരിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും നിയമത്തിൻ്റെ മുമ്പിലാണ്. ഇനി ഷൈനെതിരെ വല്ല കാര്യങ്ങൾ അപ്ഡേറ്റ് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് വീഡിയോ ഇട്ട ഉടനെ തന്നെ കിട്ടത്തുള്ളൂ. സോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.